പഴയങ്ങാടി അടിപ്പാലം വഴിയുള്ള യാത്ര നാൾക്കുനാൾ ഏറെ ദുഷ്കരമാവുകയാണ്. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഓട്ടോകളിലും ഇരുചക്ര വാഹനങ്ങളിലും വെള്ളം കയറി നിന്നുപോകുന്ന അവസ്ഥയുമുണ്ട്. പാതയിലെ കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഉയർന്ന വെള്ളക്കെട്ടിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ഭാഗങ്ങൾ വെള്ളത്തിൽ പതിക്കുന്ന അവസ്ഥയിലുമാണ്. ഇടുങ്ങിയ പാലത്തിന് കീഴിലെ റോഡ് അനുബന്ധ റോഡിൽ നിന്ന് ഏറെ താഴ്ന്നു നിൽക്കുന്നത് കാരണം കനത്ത മഴയിൽ വെള്ളമൊഴുകിപ്പോകാൻ കഴിയാത്തതിനാലാണ് റോഡിൽ വെള്ളം നിറഞ്ഞ് കുളമായി മാറിയിരിക്കുന്നത്. വർഷങ്ങളായി ഇതിന് പരിഹാരം വേണമെന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. കാൽനടയാത്ര പോലും അസാധ്യമാണിവിടെ. കാൽനടയാത്രക്കാർ പാലത്തിന് മുകളിലൂടെ റെയിൽ മുറിച്ച് കടന്നാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഏറെ മുതൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഈ അണ്ടർ ബ്രിഡ്ജിന്റെ അവസ്ഥ. കഴിഞ്ഞ പ്രളയം വന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് അനവധി വാഹനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തോട്ടിന് ആയം കുറവായതുകൊണ്ട് തോട്ടിൽ നിന്ന് വെള്ളം ഈ ബ്രിഡ്ജിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞു റെയിൽവേൻ്റെ ഭാഗത്ത് എല്ലാ കള്ളാസും കേരള സർക്കാരിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. MLA പറഞ്ഞു 6 കോടി രൂപ പാസ്സായിരുന്നിട്ട് ഒരു ഫ്ലെക്സും വെച്ചു അഭിനന്ദനം അറിയിച്ചിട്ട്. കൊല്ലം ഒന്ന് കഴിഞ്ഞ് ഇതുവരെ ഇതിനൊരു നടപടി കാണുന്നില്ല. ഇത് ഞങ്ങൾ ദുരിതമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും 2 വീലറും ഇന്ന് വരെ ഒരുപാട് ഇന്ന് രാവിലെ തന്നെ ഒരു 10-30 വണ്ടിയോളം ബൈക്കായിട്ടുണ്ട്. അപ്പുറം ഇപ്പോൾ ബൈക്കായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. മാട്ടൂർ പുതിയങ്ങാടി പ്രദേശത്ത് പോകുന്നവരും PV റോഡ് പോകുന്ന പ്രദേശത്ത് പോകുന്നവരൊക്കെ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു